പൂതിയൊക്കെ ഇങ്ങനെ ഉണ്ടായതുകൊണ്ടാണ്. മറ്റേ എന്താണെന്നറിയോ, നമ്മള് കല്യാണപുര ഞാനും മൈക്ക് മാത്രം വെച്ചിട്ട് ഇങ്ങനെ മ്യൂസിക് ഇല്ലാതെ നമ്മള് പാടൂലേ, അങ്ങനെ. അപ്പൊ ഞാൻ പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ നോക്കലുണ്ട്. സ്റ്റുഡിയോ അതിന്റെ അവിടെ പാടാൻ വരുന്ന പോലൊക്കെ സ്റ്റുഡിയോയില് ഒക്കെ പാടണല്ലോ. അപ്പൊ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറഞ്ഞതാണ് അങ്ങനെ ഇന്ന് പാടി നോക്കുന്നാലേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. ഇത് മ്യൂസിക് ഇപ്പൊ അവിടെ എങ്ങനെയാണത്? മ്യൂസിക് ഇപ്പൊ എന്റെ ചുവട്ടിലേക്ക് വരും. താനൊരു ചുവട്ടിലേക്ക് അത് ചുവട്ടിലെത്തിയില്ലല്ലേ? ആ ഒരു ചുവട്ടിലേക്ക് അത് എടുത്ത് വെച്ചോ, പ്രശ്നമൊന്നുമില്ല. എന്താണ് ഈ നമ്മളെ കമ്പ്യൂട്ടറിലൊക്കെ ഉണ്ടാകണം മറ്റേ അതാണോ അത് ചുവട്ടിലേക്ക് ഇതിലാ കേൾക്കുക? അതില് കേൾക്കൂ. അപ്പൊ അതേപോലെ തന്നെ ഈ പാടുന്ന പാട്ട് നമുക്ക് കേൾക്കാം. ഞാൻ ഒരു അനക്കം ഡിലേ വേണേ ഇവിടെ തരാം. അതൊക്കെ വേണ്ടേ? നിങ്ങള് പറഞ്ഞാ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇതിന്റെ ഫസ്റ്റ് മ്യൂസിക്കായിട്ട് വെക്കും. ഇപ്പോ പാട്ടിന്റെ ഇങ്ങനെ തുടങ്ങണ മ്യൂസിക് ഉണ്ടാവില്ലേ, അതിനാണ് ഇൻട്രോ മ്യൂസിക്, ഇൻട്രോ ബീജം എന്നൊക്കെ പറയാം. അത് സാധനം ഞാൻ പെട്ട് തരും. ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടൊന്നുമില്ല. അപ്പൊ ഇതെങ്ങനെ പാടി? അത് എന്നോട് പറഞ്ഞത് സ്റ്റുഡിയോയിൽ ചെന്ന് അവിടെ പാട്ടുണ്ടാവും. അപ്പൊ അവിടുന്ന് ഇവിടുത്തെ പരിപാടികൾ എനിക്കറിയില്ല. സ്റ്റുഡിയോയില് പാട്ടുണ്ടാവും പറഞ്ഞാല് ഇവിടെ നിങ്ങൾ പാടാൻ പോണതിന്റെ മ്യൂസിക് തന്നെ ഉണ്ടായത് ഭാഗ്യം അവിടെ. എന്നാലും ഞാൻ വെക്കട്ടെ, കേട്ടോ. തുടങ്ങിയാല് എന്നാലും പാടണം കേട്ടോ. കേക്കില്ലേ? കേക്കുണ്ട്. ഒന്ന് നിർത്തുവോ? ഇപ്പൊ കേട്ടു. ഒന്ന് നിർത്തുവോ? ഒന്ന് ഇത് നമ്മളിപ്പോ സാധാരണ കല്യാണ പേരിൽ ക്യാബിൻ കൂടെ കേൾക്കും. ഇത് ഇതിലൂടെ കേട്ടിട്ട് നമ്മള് ഇത് സ്റ്റുഡിയോത്തെ ക്യാബിനിൽ കേട്ടല്ലേ ഇത്? അങ്ങനെ പറ്റൂല. എങ്ങനെ ക്യാബിൻ കൂടെ കേട്ടാണ് ഇതിങ്ങനെ കേൾക്കുമ്പോ എന്തൊക്കെ ഒരു ഇതുണ്ട്, നമുക്ക് ഒരു പിടുത്തം കിട്ടില്ല. അതാണ് ഇങ്ങോട്ട് ചുവട്ടിൽ ഇത് ഇങ്ങനെ വന്നിങ്ങനെ അരച്ചിട്ട് ഇത് ഈ സാധനം ഇല്ലാതെ ഈ ചുവട്ടില് വെക്കണ സാധനം ഇല്ലാതെ അങ്ങനെ ക്യാബിനിൽ കൂടി അങ്ങോട്ട് കേൾക്കാൻ തുടങ്ങിയാല് എന്റെ പാട്ടിന്റെ വോയിസിന്റെ ട്രാക്ക് മാത്രമെങ്കിൽ കിട്ടണം. ഞാൻ ഏതായാലും മ്യൂസിക്കിന്റെ കൂടി വെക്കാം. അപ്പൊ ഇപ്പൊ നേരത്തെ വെച്ചതിന്റെ ബാക്കിയേ ഉണ്ടാവുള്ളൂ കേട്ടോ. അത് നമ്മൾ പാടിക്കൊള്ളി കേട്ടോ. തലക്കന്ന് വെക്കൂല? തലക്കന്ന് വെക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും തലക്കന്ന് വെക്കണോ? തലക്കെന്ന് വെച്ചാൽ ഒരു ഐഡിയ കിട്ടുള്ളൂ. മറ്റേ എവിടുന്നാണ് എന്നുള്ള ഒരു പിടുത്തം കിട്ടൂലേ, അതാണ്. ശരി. അപ്പൊ എന്നാ ഇനി തലക്കന്ന് വെച്ചിരുന്ന കേട്ടോ. ഓക്കെ കേട്ടോ. ഇപ്പൊ വലിയ ചിലപ്പൊന്നുമില്ലല്ലോ? ഇല്ല, കേക്കുണ്ട്. സമയത്തിന് പാടണം കേട്ടോ. ഡോലൊക്കെ അടിക്കണ കേൾക്കുന്നുണ്ടല്ലോ. താളം വേണേ. ഹലോ, ഇതൊന്ന് മൈക്കൂല് ഹലോ പറയും. മൈക്കൂല് ഹലോ പറയും, കേക്കട്ടെ. ഹലോ പറഞ്ഞില്ലല്ലോ. പാട്ട് തുടങ്ങിയോ? തുടങ്ങി ഇനി ഹലോ പറയണ്ട, പാട്ട് പറയാ മതി കേട്ടോ. എപ്പം വരിക? കൈ കണ്ട പൊങ്ങണോ നോക്കി. തുടങ്ങാനാവുമ്പോ നിങ്ങൾ പറയണേ, പറയാൻ പോവാ. കൈ കൊണ്ട് കാട്ടണം. ഓക്കെ. സംഗീതമേ അമര സല്ലാപമേ മോനെ അവിടെ നിർത്ത്. ഇതെന്താ സംഭവം എന്നറിയോ? ഇപ്പൊ പാടിയ സംഭവം എന്ന് പറഞ്ഞാലിപ്പോ എന്താ പൈന ഞാൻ പറയാ. ഇത് നമ്മള് സാധാരണ നല്ല രസമുള്ള പാട്ടല്ലേ? പാട്ടൊക്കെ തന്നെയാണ്. ഇങ്ങനെ പാടിയാൽ അതിന്റെ രസമൊക്കെ പോകും. അതായത് ഞാൻ പാടാൻ ശ്രദ്ധിക്കും. എന്നിട്ട് അതേമാതിരി അത് കറക്റ്റ് ആ ലെവലിൽ തന്നെ പാടണം. അല്ല ഞാനിത് താളം പോകുന്നുണ്ട്, എനിക്ക് പിച്ചൊന്നും ശരിയല്ല. അങ്ങനെ നോക്കിയോ കരുതിട്ടോ. നിങ്ങൾ പറഞ്ഞാ മതി. കറക്റ്റ് പാടണം. കൈ കൊണ്ട് കാട്ടിയ സംഗീതമേ അമര സല്ലാപമേ. മോനെ, ഞാൻ ഇങ്ങനെ പാടി തരുമ്പോ അതിനെ കൂടുതൽ പാടല്ലേ? നിങ്ങള് കൈകൊണ്ട് കാട്ടിയില്ല. ഞാൻ എനിക്ക് പാടി തരുന്നില്ലേ? ആയിക്കോട്ടെ. എന്തിനാരെ പാടി തരുന്നത്? സോറി. അങ്ങനെ കേറി പാടി കഴിഞ്ഞാൽ ഇത് ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഞാൻ പാടുന്നത് ശ്രദ്ധിക്കും. നമ്മളെന്താ പറയാ, നമ്മള് നല്ല ഒച്ചയില് ഇതിലേക്ക് കേൾക്കുമ്പോ അങ്ങനെ പാടുമ്പോഴേ കേൾക്കാത്ത ഞാൻ മിക്സ് നല്ല ഒച്ചുണ്ടാവും. ആദ്യമായിട്ട് അതുകൊണ്ടാണ്. സാറില്ല അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ ഞാനൊന്ന് ഫസ്റ്റ് ഞാൻ പാടി തരാം, ഒന്ന് കേട്ടോ. കേട്ടോ? ഓക്കെ എന്നാല് കേട്ടോ. ശ്രദ്ധിക്കണേ.
പാടല്ല വയ്യേ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അമര സല്ലാപമേ. നിങ്ങളെ അതിന്റെ ഒരു മോഡല്? ഞാൻ മോഡലാണ്, ഞാൻ ഒറിജിനല് പാട്ടം പാടുന്ന ആളല്ല. നിങ്ങള് പാടിയല് കുറച്ച് വലിച്ചിലെന്തോണ്ടല്ലേ? എനിക്ക് തോന്നി. അപ്പൊ അത് അയ്യ കറക്റ്റ് ആക്കാൻ വേണ്ടി എന്താ പറയാ, ഞാൻ ശ്വാസത്തിന്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് പാടാൻ കഴിയും. ഇതിന്റെ ഉള്ളിൽ നിന്നിട്ട് ഒരു പുടുത്തം കിട്ടില്ല, അതാണ് ഒരു ഐഡിയ. നമുക്ക് ഒരു അതിന്റെ ആ മുട്ടിന്റെ ഇതൊക്കെ ഉണ്ടാവില്ല അങ്ങോട്ട്, അത് ഫസ്റ്റായിട്ടാണ്. അതുകൊണ്ട് ഈ ബേജാറുണ്ടാക്കി ധൈര്യത്തിൽ പാടിക്കോ. നമുക്ക് ആ മുട്ടിന്റെ ആ ഗുമ്മില്ല, അത് കിട്ടാത്തോണ്ടാ. കിട്ടിക്കോളൂ ഗുമ്മ്. ഈ ഒരു പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ മിക്സ് ചെയ്ത് പോലെ കേൾക്കുമ്പോൾ എനിക്ക് അതിന്റെ എല്ലാ ഐഡിയയും മനസ്സിലാവുന്നു. ആയിക്കോട്ടെ. അപ്പൊ ഈ ധൈര്യത്തിൽ പാടിക്കോ, പേടിക്കണ്ട. നല്ല ധൈര്യത്തിൽ പാടിക്കോ. ഞാൻ വെക്കാണ്, നീ കറക്റ്റ് കയ്യിൽ കറക്റ്റ് പാടിട്ടോ. ആയിക്കോട്ടെ. നല്ല ഓക്കെ. നല്ല കേട്ടില്ലേ? കയ്യിൽ നോക്കിയോ. സംഗീതമേ അമര സല്ലാപമേ, സംഗീതമേ അലാപമേ. എവിടെ ഐഡിയ കിട്ടുന്നില്ല. നിങ്ങള് നിർത്തുവോ? നിർത്തിയോ? അതായത് മോനെ, അത് ആദ്യം ഏലാവട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പോയിക്കോട്ടെ പറഞ്ഞത്. ഇതിപ്പോ ഈ പാടാൻ സ്റ്റുഡിയോയില് വരുമ്പോ സ്റ്റുഡിയോന്റെ വാടകന്റെ കാര്യം ഒക്കെ അറിയില്ലേ? ഇവിടെ ഇത് എങ്ങനെയാണ്? 500 റുപ്യാണ്. ഇതിപ്പോ ഞമ്മക്കിപ്പോ ഒരു പാട്ട് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് പാട്ട് പാടിയാ പോരാ? 5 മിനിറ്റിന്റെ പൈസ അല്ല ഉണ്ടാകുക. അതായത് ഈ 5 മിനിറ്റ് കൊണ്ട് ഈ പാടി കഴിഞ്ഞാൽ തന്നെ അത് മിക്സ് ഒക്കെ ചെയ്ത് തരണമെങ്കിൽ കുറച്ച് സമയമാവും. ഈ ടിവിയില് പാട്ടിന്റെ പരിപാടിയൊക്കെ അല്ലേ ഇപ്പൊ കൊറേ ചാനലിലൊക്കെ. അപ്പൊ അങ്ങനെ CD ഒക്കെ ഇങ്ങനെ അയച്ചു കൊടുക്കാനും അങ്ങനെ അതിനെ അയച്ചു കൊടുക്കാനപ്പോ അതിന് ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ അതിനപ്പത് എടുക്കണേ. അതാണ് സ്റ്റുഡിയോയില് എന്നിട്ടില്ല. അതാണ് മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് കറക്റ്റ് പാടണം കേട്ടോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ. എന്നാലും കറക്റ്റ് ശ്രദ്ധിച്ചോ. പറഞ്ഞാ മതി. സംഗീതമേ അമര സല്ലാപമേ. അത് എവിടെ നിർത്തണ? എവിടെയാണ് ഏകദേശം? അതിങ്ങനെ ഇത് അവിടൊക്കെ പാട്ടുണ്ട്. അത് ഇങ്ങനെ പോകുമ്പോ അതിന് ചില പാട്ടിനൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് ഇങ്ങനെ മനസ്സിലാകുന്ന ഇതൊക്കെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ചില നിർത്തണോടത്തും ഇതൊക്കെ. ഇതിങ്ങനെ അതിങ്ങനെ പോയിട്ട് നിങ്ങൾ കാണിച്ചെന്നാ മതി പറഞ്ഞ. അതാണ് ഞാൻ ഇത് കുറച്ചൊക്കെ നോക്കിയെന്ന് ഞാൻ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കയറിപ്പോ ഒരു സ്റ്റുഡിയോയിലായിപ്പോ ദയവ് ചെയ്തിട്ട് നമുക്ക് ശരിക്കും കേൾക്കാഞ്ഞിട്ട് ക്യാബിൻ കൂടെ കേൾക്കാഞ്ഞിട്ടില്ല. എനിക്ക് നേരത്തെ മോനെ പാടി കേൾപ്പിച്ചെന്നില്ലേ, അതിന്റെ സംഭവം ഒന്ന് റെഡിയാക്കിയാ മതി. എനിക്ക് പാടാൻ കഴിയുന്നില്ല. അതാണ് സംഗീതമേ അമര സല്ലാപമേ. അത് 2 പ്രാവശ്യം ആദ്യം തുടങ്ങി. ഈ വെള്ളം കുടിക്കണം. എനിക്ക് വെള്ളം വേണോ? അല്ല, നാവൊക്കെ ഒരു ഇങ്ങനെ ഒട്ടണ മാതിരി, തൊള്ള ഇങ്ങനെ ഒട്ടണ. നിങ്ങള് പിന്നെ അതിന്റെ ആ തുടങ്ങണ അവിടെ അല്ലേ, അവിടെ അതിന്റെ കുറച്ച് മുന്നിട്ടെന്നാല് എത്ര എണ്ണ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ എഴുതാത്തോണ്ട്. കാര്യം കൂടി ചോദിക്കട്ടെ, എന്റെ വീട്ടിൽ ആർക്കാണുള്ളത്? വീട്ടില് പണ്ട് ഉമ്മണ്ട്, പെങ്ങന്മാരുണ്ട്. ഓലൊക്കെ പാടുന്നോലാ? ഓല് ഞാൻ മാത്രമേ എന്റെ അവിടെ അങ്ങനെ പാടുന്നതുള്ളൂ. അത്യാവശ്യം ആദ്യമായി ഈ മ്യൂസിക് ആയിട്ട് കുറച്ച് വാസന ഉള്ള ആളായിരിക്കും അല്ലേ? അങ്ങനെ ഞാൻ അങ്ങനത്തെ ഇത് തബല ഹാർമോണിയം അങ്ങനൊന്നും അത് അതിന്റെ ഇതുണ്ടല്ലോ വായിക്കണവരാ, അതൊന്നുമില്ല. ഇത് പാട്ടിന്റെ കമ്പുണ്ട്. അപ്പൊ ചെറുപ്പത്തിൽ സ്കൂളിലും മദ്രസിലൊക്കെ ഇങ്ങനെ പാടി എത്രണ്ണ ആ വരി എത്രണ്ണ ഉണ്ട് എന്നല്ല ഫസ്റ്റിലൊരു പുടുത്തമില്ല. അതാണ് ഇവിടെ വന്ന് വരി ചോദിച്ചപ്പോ ഞാനിപ്പോ എന്ത് ചെയ്യാനാ? എന്നോട് ഞാൻ എത്ര നേരെ പറയുന്നത്, എന്നോട് ഞാൻ വരി നോക്കാതെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ടിനോ? ഞാൻ ആളോട് ദേഷ്യം പിടിക്കാൻ പറ്റില്ല, നമ്മള് സ്ഥാപനം നടത്തുക. പക്ഷെ ഈ ശമക്കൊക്കെ എടുക്കാം. ഇതൊന്ന് പാടിയോ കിട്ടോ? എന്നാ കേട്ടോ. ഓക്കെ. സംഗീതമേ അമര സല്ലാപമേ. സംഗീതമേ അമര സല്ലാപമേ.
ഇനിയുണ്ടോ? എത്ര പാടി ഈ പാടുന്നപ്പോ എന്നോട് ഞാൻ കുറെ നേരം പറയും. സംഗീതമേ അമര സല്ലാപമേ മൂന്ന് പ്രാവശ്യം ഉണ്ടല്ലേ? മൂന്ന് പ്രാവശ്യം. ഞാനിപ്പോ മോനെ ബാബു, ഞാനൊരു മനുഷ്യനായി മനസ്സിലാക്കണം. അതായത് നമുക്കൊക്കെ ഒരു കണക്കുണ്ട്. ഈ പാട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വന്നോന്നല്ലെങ്കിൽ ഈ എന്താ എന്നെ കഷ്ടപ്പെടുത്താൻ? ഇത് മര്യാദക്ക് ഒരു എന്തെങ്കിലും ഒരു വരി വരെ അറിയാം. സംഗീതമേ സംഗീതമേ നന്നായിട്ട് പോയാൽ പാട്ടാകുമോ? വരി അറിയാം. ഈ വരി അത്യാവശ്യം പഠിച്ചിട്ട് വേണ്ട വരാൻ. ഞാൻ എത്ര നേരം എന്നോട് പറഞ്ഞു തന്നെ 19-20 മിനിറ്റോളായി എന്നോട് വിളിച്ചു പറയുന്നത്. ഇതിനുള്ളിൽ കയറിയപ്പോ ഉള്ളിൽ കയറുന്നത് ഞാൻ അറിയില്ലടോ. ഞാനിപ്പോ ഈ എന്റെ ഒരു കുന്തം വേണ്ട, ഇത് നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങി നേരെ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വാ അങ്ങോട്ട്. സോറി ഒന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ. കുറെ നേരമല്ലത് വേണ്ട. ഈ പാടില്ല അവിടെ. ഞാൻ എന്നെ പറഞ്ഞ അച്ഛനും കൂട്ടി വാ. അതിന്റെ മറ്റേ വരി അതൊന്ന് പാടി നോക്കട്ടെ. ഏത് വരി? ഈ തുടക്കല്ലാത്ത മറ്റേ ഒന്ന്. തുടക്കല്ലാത്ത സാധനം പറഞ്ഞത് ഇനി തുടക്കം നമ്മള് ഫസ്റ്റിൽ നിങ്ങൾ പറഞ്ഞ മ്യൂസിക്, പിന്നെ പാട്ട് വരും. പാട്ട് ഇപ്പൊ 3 പ്രാവശ്യം ഞാൻ പാടിയില്ലേ? അത് കഴിഞ്ഞിട്ട് പിന്നെയും മ്യൂസിക് വരും. അത് അവസാനത്തെ ടെസ്റ്റാട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കഴിഞ്ഞിട്ടല്ല, ഞാൻ അതുകൂടി വെച്ചെന്നാ പിന്നെ ഇന്നെ കൊണ്ടാവില്ല. പിന്നെ പറഞ്ഞു ശ്വാസം കിട്ടില്ല ഇതിനുള്ളിൽ കയറിയിട്ട്. കേട്ടോ? അതാ ഓക്കെ. ഓങ്കാരനാദത്തിൻ ഓങ്കാര അതിന്റെ ഓങ്കാരൊക്കെ ഇവിടെ ഇറങ്ങി പാടിയത് ഓങ്കാര അതല്ല. പിന്നെ നോക്കി ഒന്ന് നിർത്തിയാണേ. അത് നമ്മളെ അതില് ഒരു വരി ഉണ്ടല്ലേ, എനിക്ക് നിന്നെയും എന്നെയും കൂടെ അറിഞ്ഞു പാടണ്ട. ഈ അതില് നിന്നെയും എന്നെയും ഈ പാട്ട് മുഴുവൻ നിങ്ങൾ ഇട്ടോളി. ആണെ പാടിയാ മതി. ശ്വാസം കിട്ടില്ല. പാടിക്കോ. അത് ഓങ്കാര അവിടെയാണ്. അതല്ല അത് ഓങ്കാരം എന്നുള്ളൊരു ലൈനുണ്ട്. അതല്ല അല്ല. നിന്നെയും എന്നെയും നിരുപമ നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കിയ നിരുപമനാദത്തിൻ ലോല തന്തു. അവിടെ നിട്ടാണ് നിങ്ങള്. അവിടെ എനിക്കറിയില്ല മോനെ. ഈ അവിടെ പാടി പോന്നിട്ട് അവിടെ എത്തുമ്പോ അവിടെ പാടുക. എന്തോരവസ്ഥ ഈ പാട്ട് ഇവിടെ ആരും പാട്ടുണ്ട് അതിന്റെ ഇങ്ങോട്ട് ഇറങ്ങി ഒന്നുകൂടി പാടി നോക്കാൻ പറ്റിയ പാടിക്കോ. ഇപ്പൊ അവിടെ ഒരു മ്യൂസിക് ഇട്ടിട്ടില്ലേ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇതിപ്പോ പാട്ടിന്റെ മ്യൂസിക് അല്ലേ? ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മ്യൂസിക് വരൂലേ? ആ മ്യൂസിക് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാട്ട്, പിന്നെ പാട്ട് തുടങ്ങൂലേ? അവിടെ നിട്ട് വരും നിങ്ങള്. ഒന്ന് നോക്കാം. അവിടെയാണ് ഈ നിന്നെയും എന്നെയും ഒന്നിച്ചിണക്കിയ നിരുപമ ഗാനത്തിൽ ലോല തന്തു. അവിടെയാണ്. നല്ല കേട്ടോ. കുറച്ച് മുമ്പോട് ഇട്ട് തരാമല്ലോ. ചരണത്തിന് എടുത്താട്ടോ. ആയിക്കോട്ടെ. ചരണം പറഞ്ഞ മനസ്സിലായെങ്കിൽ ചരണം ശ്വാസം നല്ല മുട്ടുണ്ട് കേട്ടോ. ശ്വാസം മുട്ടണല്ല മനുഷ്യനെ ഇവിടെ ശ്വാസം മുട്ടി മരിക്കാനായി. ഞാൻ പറഞ്ഞാല് നമുക്ക് ഒന്നാമത്തെ ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ പാട്ട് കഴിഞ്ഞ് മൂന്നാമത്തെ ഇട്ടാണ് നിങ്ങള് മ്യൂസിക് ഒന്ന് കേട്ടോക്ക്. ആണെങ്കിൽ ക്ലിയർ ആയിട്ട് പോട്ടെ. നിന്നെയും അവിടെ നിട്ടാണ് നിങ്ങള്. സംഗീത അവിടെയാണോ? അതാ അവിടെ അങ്ങനെ ഒന്ന് നിർത്തണേ. നിങ്ങള് അതിട്ടാണ് അവിടെ ഒന്ന് പാടിയോട്ടെ. എന്നിട്ട് ഇതെടുക്കാം. ഇപ്പത്തെ ഈ മ്യൂസിക്കിന്റെ അവിടെ ഞാൻ പിന്നെ പാടിക്കോളാം. എനിക്കൊരു ആ ഒരു ഇത് കിട്ടാനാണ് ഒരു ഇതായി. അത് നല്ല രസം. ആ വരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് എനിക്ക് പാട്ട് നല്ല. ഞാനിപ്പോ എന്നോട് കൊറേ നേരം പറഞ്ഞുകൊണ്ട് ഇറങ്ങിക്കോ. നിങ്ങൾ സ്റ്റുഡിയോ ഇത് നിങ്ങൾക്ക് പൈസ കിട്ടിയാ പോരെ? പൈസ കിട്ടിയാൽ മതി വെച്ചിട്ട് എന്തെങ്കിലും സഹിക്കാൻ കഴിയില്ല. ഈ ഇങ്ങോട്ട് നിങ്ങൾ പോയി എനിക്കിത് വെച്ച് തരാൻ കഴിയില്ലെങ്കിൽ അതെന്താ മോനെ പ്രശ്നം പറഞ്ഞാല് ഞാനൊക്കെ സംഗീതത്തിന് സ്നേഹിക്കുന്ന ആളാ. അപ്പൊ എനിക്കിത് ഇങ്ങനെ സംഗീതം എന്തൊക്കെയോ നശിപ്പിക്കാന്ന് പറഞ്ഞാല് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യില്ല. ഇതിപ്പോ എല്ലാരും പാടുന്ന പാട്ടല്ലേ? ഇപ്പൊ എല്ലാരും പാടുന്ന പാട്ടാണ്, മനുഷ്യന്മാര് പാടുന്ന പാട്ടാണ്. ഇതൊന്നും കൂടെ അറിഞ്ഞ്
ഈ പൈസ 500 അല്ലേ ഉള്ളൂ. ഇപ്പം തന്നെ 500 പണിയെടുത്തേ. 500 സൗണ്ട് ശരിയാക്കണമെങ്കിൽ അതിന് മരുന്ന് വേറെ കഴിക്കണം. ഇജ്ജ് ഇങ്ങോട്ട് ഇറങ്ങണപ്പോ നിങ്ങള് 500 അത് പ്രശ്നമില്ല, ഞാൻ തരാം. വേണ്ട, ഇവിടെ പൈസ വേണ്ട. ഇജ്ജ് കാഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങി വാ, ഒന്നിങ്ങോട്ട് ഇറങ്ങ്. നിങ്ങള് ഇട്ടോളൂ, ഞാൻ തരാം. പൈസ തരാം. അറിഞ്ഞില്ലേ? പൈസ വന്നിട്ട് കാര്യമില്ല. ഇജ്ജ് പാടണം ശരിയല്ല. എനിക്ക് വേറെ ഏതെങ്കിലും മാപ്പിൾപ്പാട് ഏതെങ്കിലും പാടിക്കേ. സ്റ്റുഡിയോയിലൊക്കെ വന്ന പാട്ട് വേഗം ശരിയാക്കാം. ശരിയാക്കണല്ല, നമ്മള് സ്റ്റേജിലൊക്കെ പാടുമ്പോൾ ആണ് ഭയങ്കര സ്റ്റുഡിയോയിൽ ഇങ്ങനെ കാണണോ അതെന്നെ എനിക്ക് പറയാനുള്ളത്. സ്റ്റേജിലൊക്കെ ഈ പാട്ട് പാടാൻ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പാടിക്കാൻ കേട്ടുന്ന ആൾക്കാരെ സഹിക്കണം. ഓല് കൊടുക്കണം പൈസ അങ്ങോട്ട്. ഏതായാലും വന്നില്ലേ? ഇജ്ജ് വന്നിട്ട് കാര്യമില്ല. ഞാൻ ഇജ്ജ് വന്നില്ലെന്ന് വിചാരിച്ചിട്ട് ഒരു പുതിയ ആളല്ലെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നേരമായിട്ട് എന്നെ സഹിച്ചു നിന്ന് ഇവിടെ. ഇത് മുന്നോട്ട് കൊള്ളാൻ കഴിയില്ല. എനിക്ക് വേറെ പണിയുണ്ട്. എനിക്ക് അതുമല്ല, എനിക്ക് 2:30 മണിക്ക് വേറൊരു വർക്ക് വന്നതാണ്. ഈ ശരിയാവില്ല പാടുന്നത്. എനിക്ക് ശരിയാവൂലെന്ന് ഞാൻ ഉറപ്പിച്ച് കഴിഞ്ഞതാ. ഇപ്പൊ എത്ര വയസ്സായി ഉണ്ടാവും? പൈസന്റെ കാര്യമൊക്കെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പൊ അവിടെ നിന്ന് മെല്ലെ കൂടെ പോരണ പൈ. ഞാൻ വരാം. വാ. ആ വാ.